അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഇന്നത്തെ വീഡിയോയിൽ ജിൻഡോ മറ്റൊരു പെൺകുട്ടിക്ക് സമാനമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെയും ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെയും ആ പെൺകുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തിൻ്റെയും വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട്. പല പെൺകുട്ടികളും ഇതുവരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നാളെ കേസ് കൊടുക്കും. ആ എവിഡൻസ് തീർച്ചയായിട്ടും എനിക്ക് പോലീസിന് മുമ്പിലും കോടതിയുടെ മുമ്പിലും സബ്മിറ്റ് ചെയ്യണം. പിന്നെ സന്തോഷമായി, എനിക്ക് സന്തോഷമായി. മറ്റൊരു കാര്യം, ഇത് ഫേക്ക് ആണെങ്കിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത തെളിവാണെന്ന് ജിൻഡോ പറയട്ടെ. ജിൻഡോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് സത്യം അറിയാമല്ലോ, ഏത് പെൺകുട്ടിയോടാണ് ഞാൻ മോശമായിട്ട് അല്ലെങ്കിൽ ഈ റൂമിലേക്ക് ക്ഷണിച്ച പെൺകുട്ടികൾ ഏതൊക്കെയാണെന്ന് ജിൻഡോയ്ക്ക് ഏകദേശം അറിയാൻ പറ്റും. നിന്റെ നെഞ്ചിലും മരട് കിട്ടടക്കണ എനിക്ക് ഇവിടെ കേൾക്കാം. ഒരുപാട് പെൺകുട്ടികളെ ക്ഷണിച്ചത് കൊണ്ട് എല്ലാം പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ നിനക്ക് ഓർത്താൻ മനസ്സിലാക്കാൻ സാധിക്കും. നീ പറഞ്ഞോ ഇത് ഫേക്ക് ആണെന്ന്. ജിൻഡോ ഇങ്ങോട്ട് ആ പെൺകുട്ടിക്ക് ചാറ്റ് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ റൂമിലേക്ക് ക്ഷണിക്കുന്നതും ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതും ആ പെണ്ണിന് കൺസേൺ ഇല്ലാണ്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നതാണ്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? കുഞ്ഞിക്കണ്ണ കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്, വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഡെയിലി ഓരോ ഫോട്ടോസ് അയച്ചിട്ടില്ലായി. എന്നും ഒരു 10-20 ഫോട്ടോസ് അയക്കും, പുള്ളിയുടെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും. പിന്നെ മറ്റേ അമേരിക്കക്കാരുടെ കുറെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയും. അത് കഴിഞ്ഞ് എനിക്ക് തന്നെ എന്തോ പുള്ളിയുടെ സംസാരത്തിൽ എന്തോ നെഗറ്റീവ് അടിച്ചു. ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല. ഷൂട്ടിന് പോവാണ്, അപ്പോൾ ഒരാഴ്ച ഇനി ഇവിടെ ഉണ്ടാവില്ല. നീ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ? നിനക്ക് പേഴ്സണൽ ട്രെയിനിന്റെ എക്സസൈസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നീ അതൊക്കെ ചെയ്യേ, നിനക്ക് വണ്ണം കൂടുതലാണ്, നിനക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പുറത്ത് റൂം എടുക്കാം, കാക്കനാട് എന്തോ റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവളെ പിച്ചാത്തിക്ക് കുത്തും, അതോടെ ഒടുക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും പുള്ളി കുറെ തവണ വിളിച്ചു, പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല, ഞാൻ വർക്കില്ലാന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊക്കെ വിട്ടു. പറഞ്ഞല്ലേ ഇവൻ എന്തിന്റെ കഴപ്പാ? അതെ, അത് തന്നെ. ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ ജിൻഡോ അയച്ച ചാറ്റാണ്. കൃത്യമായിട്ട് ജിൻഡോയുടെ പേര് മുകളിലുണ്ട്. DP ലാലേട്ടനുമായിട്ട് ജിൻഡോ നിൽക്കുന്ന വിന്നറിന്റെ ആ ട്രോഫി വാങ്ങിക്കുന്ന DP. ഇത് ചാറ്റിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. ഞാൻ ജിൻഡോയുടെ ജിമ്മിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഒരു ട്രെയിനറോട് പെരുമാറുന്നത് പോലെ അല്ലായിരുന്നു അയാൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പരിചയമുള്ള പെൺകുട്ടികളോട് ജിമ്മിൽ വരാൻ പറയും, അവരുടെ മാറും ചന്തിയും എല്ലാം വലുതാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നും അയാൾ എന്നോട് പറഞ്ഞു. പല സെലിബ്രിറ്റികളുടെ സൈസ് വലുതാക്കി കൊടുത്തത് ജിൻഡോ ആണെന്ന് അയാൾ തന്നെ എന്നോട് പറയുകയും എന്താടോ നന്നാവാത്ത പല പെൺകുട്ടികളുടെ ഉൾപ്പെടെ അശ്ലീല ചിത്രങ്ങൾ എന്നെ കാണിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളിൽ അയാൾ വലിയ തൽപരനായിരുന്നു. ജിമ്മിൽ നിന്നിരുന്ന സമയത്ത് പല പെൺകുട്ടികളെയും വീഡിയോ കോളിലൂടെ കാണിക്കുകയും എനിക്ക് വ്യക്തിപരമായി അരോചകമായ ഒരു അന്തരീക്ഷം അയാൾ ഉണ്ടാക്കുകയും ചെയ്തു. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്, താമസിക്കുന്ന മുഴുവൻ സാത്താന്മാർ. നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹണി റോസിന്റെയും അമല പോളിന്റെയും ബോഡി, ഞാൻ ആ ബോഡി പാർട്സ് ഏതാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഷേപ്പ് ചെയ്ത് കൊടുത്തത് ജിൻഡോ ആണെന്ന് ജിൻഡോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ബിക്കോസ് ഇത് നാളെ അവരും കേസുമായിട്ട് വരും. ഇത്ര 30,000 രൂപയ്ക്ക് ആ റേറ്റ് ഞാൻ പറഞ്ഞേക്കാം. 30,000 രൂപയ്ക്കാണ് ഞാനത് ചെയ്ത് കൊടുത്തെന്ന് ജിൻഡോ പറഞ്ഞിട്ടില്ലേ? കഷ്ടം, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു.